ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെയും കുഴപ്പമില്ലാതൊക്കെ പോകുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നമുക്ക് ഓരോരുത്തർക്കും നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നേ. അപ്പോൾ എൻ്റെ സ്ഥിരം കാണുന്നവർക്കറിയാമല്ലോ എൻ്റെ സാമ്പാർ എങ്ങനെ ഉള്ളതാണ്. കാരണം നമ്മൾ അമ്മമാർ മക്കളുടെ വയറ്റിൽ എങ്ങനെയെങ്കിലും വെജിറ്റബിൾ ചെല്ലട്ടെന്നും പറഞ്ഞ് പാവ് ഭാജി സാമ്പാർ ഇതൊക്കെ ആകുമ്പോൾ അങ്ങ് അടിച്ച് കലക്കി അങ്ങ് കൊടുക്കും. കുറച്ചെങ്കിലും വയറ്റിൽ ചെല്ലട്ടെന്ന് പറഞ്ഞു. മൊത്തവും വെജിറ്റബിളും ചെല്ലത്തില്ല, ഇച്ചിരിയും കാണുന്നത് എടുത്ത് മാറ്റി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അങ്ങ് ഇച്ചിരി വേവിച്ചാൽ കുറച്ചേലും ചെല്ലുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു സാമ്പാർ ഇട്ടു, എൻ്റെ വിജി ഇതാണോ സാമ്പാറെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ കാര്യമെന്ന്. അപ്പോൾ എന്തോ ചെയ്യാൻ ഈ മക്കൾക്ക് വേണ്ടി നമ്മളില്ല. മായ ഇന്നലെ കമൻറ്റിൽ പറഞ്ഞ പോലെ നേരെ വിളിക്കെ എണീറ്റ് ഈ പിള്ളേർക്ക് എന്താ കൊടുക്കുന്നത്, ഇതുങ്ങൾക്ക് എന്തോ ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള ചിന്തയിൽ നമ്മളിങ്ങോട്ട് വന്ന് ഓരോന്ന് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കുന്നുണ്ടേ. അത് വേണ്ട ഇത് വേണ്ട കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം കൂടെ വരും. അപ്പം ഞാൻ ഇന്നലെ രാത്രി പറയുന്നത് റീച്ചാൽ എൻ്റെ റീച്ചാൽ ഞാൻ എന്തുവാ ഇനി ഉണ്ടാക്കേണ്ടിയ ബ്രേക്ക്ഫാസ്റ്റ്. സന്തോഷത്തോടെ ഇവന്മാർ എന്തുവാ തിന്നുന്നത്. ഒരാൾക്ക് ദോശ വേണ്ട, ഇഡലി വേണ്ട. ഈ പ്രൈസിനെ കൊണ്ട് എനിക്ക് കൂടുതലും പറ്റാത്തത്. ഇങ്ങനെ അങ്ങ് ഇരിക്കും, എന്തോ ചെയ്യാനാ. അപ്പോൾ ആ സാമ്പാറിൻ്റെ കാര്യം അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് ജയശ്രീ ആണെന്ന് തോന്നുന്നു പറഞ്ഞേ, ഞാൻ സാമ്പാറിൽ കോളിഫ്ലവർ കാരണം കിട്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ അങ്ങ് ഇടും. കാരണം അല്ലാതെ ഈ കോളിഫ്ലവർ ഒന്നും ഇവർ കഴിക്കത്തില്ല. എപ്പോഴും നമ്മൾ ചില്ലിക്കോബിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെ. അതുകൊണ്ട് ഞാൻ സാമ്പാറിൻ്റെ അകത്തും കിട്ടുന്ന കഷ്ണങ്ങൾ അങ്ങ് ഇടും, അങ്ങ് വയറ്റി ചിരട്ടെന്നും പറഞ്ഞ്. അതും അതിൽ നിന്നും അവന്മാർ കീച്ച് പറിച്ച് എടുത്ത് വെക്കും. ചിലതൊക്കെ താല്പര്യമുള്ളത് കഴിക്കത്തുള്ളൂ. അപ്പം മക്കളുടെ കാര്യത്തിന് വേണ്ടി പച്ചക്കറി അല്ല കുറച്ചെങ്കിലും വെയിറ്റ് ചെല്ലണ്ടേ ഈ മക്കളുടെ വെയിറ്റിൽ. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത്തെ വീഡിയോ കാണുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് പറയാമേ. കമൻസ് അന്നത്തെ ഓൺലൈൻ പാട്ടിൻ്റെ അന്ന് എനിക്ക് കുറേ നല്ല റെസ്പോണ്ട് ഉണ്ടായിരുന്നു ആ വീഡിയോയ്ക്ക്. കമൻസും എല്ലാ വീഡിയോയേക്കായി കൂടുതലുണ്ടായിരുന്നു, ലൈക്കും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. എല്ലാ വീഡിയോയ്ക്കും ഇതുപോലൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എന്നാ പാട്ട് ഇടുന്നില്ലെന്നും പറഞ്ഞിരുന്നതാണ്. ആദ്യം ഇട്ടിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത്, എന്നിട്ട് ഞാൻ പോളിനെ കേൾപ്പിച്ചിട്ട് ഞാൻ ചോദിച്ചോടെ പോളെ ഇത് ഇടണോടാ. റീച്ചാനെ കാണിച്ചോണ്ടേ റീച്ചാന് അത്ര താല്പര്യമില്ലായിരുന്നു. പിന്നെ പോള് പറഞ്ഞു മമ്മി കുഴപ്പമില്ല ഇടന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് വീഡിയോ ഇട്ടു. പക്ഷെ ആ വീഡിയോയ്ക്കകത്ത് എല്ലാവർക്കും ആ പാട്ടായിരുന്നു ഇഷ്ടപ്പെട്ടത്. ഇനിയും പാടുന്നതൊക്കെ ഇടാം കേട്ടോ. നമ്മൾ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ അറിയാവുന്നത് പോലൊക്കെ അങ്ങ് ഒപ്പിച്ച് കൂടെ പോകാം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. രാവിലത്തെയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊരു മെഴുക്കുവരട്ടി വെക്കാനായിട്ട് സവാളയൊക്കെ ഒന്ന് അരിഞ്ഞ് പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആ ഉള്ളി വന്നിട്ട് വഴറ്റട്ടെ. അപ്പോൾ ഈ ടൊമാറ്റോ ചട്നി, വെണ്ടയ്ക്ക, കോവയ്ക്ക ഇതൊക്കെ മെഴുക്കുവരട്ടി വെക്കുന്ന സമയത്ത് ഞാനങ്ങ് രാവിലെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേ അങ്ങ് രാവിലെ അതങ്ങിടും. കാരണം അത് ഇത്തിരി സമയം എടുക്കുമല്ലോ നമുക്ക് ആയി വരാൻ. അതുകൊണ്ട് ഇപ്പം സവാളയ്ക്ക് വില കുറഞ്ഞിട്ടുണ്ട് ഇത്തിരി. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സ്ഥിരം വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ടെങ്കിൽ 40 രൂപയായിരുന്നു. അപ്പോൾ ഈ ബോയിൽ റൈസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ വെള്ളേരി ആ കടയിലില്ല. അവിടെ കിട്ടുന്ന വെള്ളേരി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് മണിമണിയുള്ള അതെനിക്ക് ചോറ് വെച്ചാൽ ഇഷ്ടമല്ല. അപ്പോൾ ആ അരി കിട്ടുന്നത് വേറൊരു കടയിലേ ഉള്ളൂ. അവിടെ നിന്ന് ഞാൻ അരി വാങ്ങിക്കാൻ നേരം അരി തന്നെ ഇങ്ങനെ വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞ് സവാള ചോദിച്ചോണ്ടേ അവിടെ 30 രൂപ. പക്ഷേ കുഞ്ഞ് ഉള്ളിയാണ്, മറ്റേ എടുത്താൽ വലിയ ഉള്ളിയായിരുന്നു 40 രൂപയ്ക്ക്. ഇത് കുഞ്ഞുള്ളി 30 രൂപ. അപ്പോൾ ഉള്ളിക്കൊക്കെ ഇച്ചിരി വില കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് സാധനം ഓർഡർ കൊടുത്ത 15 കിലോ അരിയും പിന്നെ എന്തുമായിരുന്നു 1 കിലോ പയറും 2-3 തേങ്ങ അതൊക്കെ വാങ്ങിച്ച് ഓർഡർ കൊടുത്തിട്ട് ഒരു കൊച്ചനാണ് കൊണ്ടുവന്നത്. പോളിനേക്കായി ഒരു കൊച്ചൻ. ഈ മാർവാടികളുടെ കടയിൽ അവരുടെ തന്നെ റിലേറ്റീവൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കൊച്ചൻ വന്നുടനെ ആ കൊച്ചു പറഞ്ഞ് ലിഫ്റ്റ് ഇല്ലായിരുന്നു, ഞാൻ നടന്നു വന്നു. അയ്യോ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, 4 കിലോ വരെ നില വരെ കൊച്ചു കയറി വന്നെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു വന്ന് അയ്യോ എന്നൊക്കെ അതിനോട് പറഞ്ഞിട്ട്
സത്യം പറഞ്ഞാൽ അതിന് ഇച്ചിരി വെള്ളം അത് അങ്ങ് താഴെ അപ്പം എന്നിട്ട് അങ്ങ് താഴെ പോയി. അപ്പം ഞാൻ പോളിനോട് പറഞ്ഞു, എടാ മോനെ പോയോ, ഒരു 10 രൂപയിലും കൊടുക്കാമെന്നും പറഞ്ഞായിരുന്നു. ഈ കാലത്ത് 10 രൂപ ആർക്കും വേണ്ട, എന്നാലും അങ്ങനെ കൊടുക്കുന്ന ഒരു റൂളില്ല. ഞാൻ പറഞ്ഞു, ഒരിച്ച് വെള്ളം പോലും വേണമെന്ന് എന്ന് ചോദിച്ചല്ലേ. അത് വന്ന് എനിക്കങ്ങ് വിഷമായി പോയെന്നുള്ള ആ കൊച്ചത്രയും. നമുക്കറിയത്തില്ല, ലിഫ്റ്റിന് എന്തോ പണിയുണ്ടായിരുന്നു നമ്മൾ ഈ മുറിയിലിരിക്കുന്നതുകൊണ്ട്. അപ്പം ഞാൻ റീച്ചാനോട് ചോദിച്ചാണെങ്കിൽ പോളും അന്നേരം പറയുന്നത്, ആ മമ്മി ഞങ്ങളും പോയണേ ഇല്ലായിരുന്നു, എന്നാൽ നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു ഞാൻ കടക്കാരോട് പറയാമായിരുന്നു ഇപ്പോഴേ വരണ്ടാന്ന്. അത്രയൊക്കെ എടുത്തുകൊണ്ട് സീഡി കയറി സ്റ്റെപ്പ് കയറി വരുവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരിച്ചിരി വെള്ളം പോലും കൊടുത്തില്ലെന്നുള്ളതാണ്. ഞാൻ അന്നേരം അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലീൻ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഈ ഓവൻ്റെ അവിടെയൊക്കെ ഞാനൊന്ന് ഒതുക്കുക. അപ്പോൾ ഇവിടെ ഒരുത്താൻ ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. ഞങ്ങൾ ഈ അച്ചാറിന് സെല്ലോ ടേപ്പൊക്കെ ഒട്ടിക്കത്തില്ലേ, അതിൻ്റെ ബാക്കി ഇത് ഞങ്ങൾ വെച്ചേക്കും. ചില കൂടുതലെങ്ങാനും ഡബ്ബകൾ ഇങ്ങനെ പാക്കിങ് വെക്കുവാണെങ്കിൽ ഡബ്ബകൾ അനങ്ങാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടാതിരിക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി പ്രൊട്ടക്ഷന് വേണ്ടി വെക്കും. അപ്പോൾ അതെടുത്ത് അവൻ കൈ ഇട്ടുകൊണ്ട് നടക്കുക. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്, ഈ എഡിറ്റിംഗ് സമയത്ത് അവൻ അവിടെ നിന്ന് കാണിച്ച കോക്രായങ്ങൾ. അപ്പോൾ ഇന്നങ്ങനെ വലിയ ജോലികളില്ലായിരുന്നു. അപ്പം അതൊക്കെ ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയായി. പിന്നെ ആ കുറച്ച് സാധനങ്ങളൊക്കെ ഡബ്ബയിലിട്ട് വെക്കാമെന്ന് വെച്ച്. അപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു, വറ്റൽമുളക് ഇട്ട് വെച്ചാൽ നല്ല. അത് ശരിയാ, ചില സമയത്ത് എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യത്തില്ലെന്നുള്ളത് നോക്കിയാണ് ഞാനിങ്ങനെ വറ്റൽമുളക് ഇട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പിന്നെ ഈ അത് ഉഷ വിജയകുമാറാന്ന് തോന്നുന്നു എനിക്കന്ന് പറഞ്ഞു തന്നത്, ഇങ്ങനെ ഈ പൾസസിനൊക്കെ അകത്ത് വറ്റൽമുളക് ഇട്ടാൽ മതിയെന്ന്. ഇവിടെ ഞാൻ ഇത്രയും ചെറിയ കടലയാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ കടല കിട്ടത്തില്ലേ. ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ട് പിന്നെ വെയിലത്തൊന്നും വെക്കണ്ട. 1/2 കിലോയേ വാങ്ങിച്ചോളൂ. ഒരു കമൻറ്റ് പറഞ്ഞായിരുന്നേ കൊണ്ടുവരുന്നതിൻ്റെ വാങ്ങിക്കുന്ന ആ ദിവസം 1-2 ദിവസം വെയിലത്ത് വെക്കാൻ. അപ്പം ഞാൻ ചിന്തിച്ച് പയർ 1 കിലോ വാങ്ങിച്ച് അതങ്ങ് വെയിലത്ത് വെക്കാമെന്ന്. എൻ്റെ ഈ വറ്റൽമുളക് ഇല്ലായിരുന്നു. ഞാനങ്ങനെ വറ്റൽമുളക് വാങ്ങിക്കാറില്ല. പക്ഷേ ഇന്ന് കടയിൽ സാധനം വാങ്ങിച്ചപ്പോൾ ഓർത്തായിരുന്നെങ്കിൽ അങ്ങ് വാങ്ങിക്കായിരുന്നു. ചിലപ്പോഴങ്ങനെ ഈ കടുക് വറുക്കുന്ന സമയത്തേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നാളെ ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിരുന്നു. ഇച്ചിരി വാങ്ങിച്ച് അതങ്ങ് പൂത്തുപോയി. അതുകൊണ്ട് പിന്നെ അങ്ങനെ വറ്റൽമുളക് വാങ്ങിക്കാറില്ല. അപ്പോൾ ഇന്നിതൊന്ന് വെയിലത്ത് വെക്കാമെന്ന് വെച്ച്. അപ്പം നേരത്തെ വാങ്ങിച്ച 40 രൂപയുടെയാണ് കൊട്ടയ്ക്കകത്ത് കിടക്കുന്നത്. അപ്പം ഇന്ന് വാങ്ങിച്ച 30 രൂപയുടെയാണ് ഇപ്പം ഞാൻ ഈ പറക്കിയിടുന്നത്. കുഞ്ഞതാണ് അത്, എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് ഇപ്പം കൂട്ടാനൊക്കെ ഇച്ചിരി സവാള കൂടുന്നതെൻ്റെ. അല്ലെങ്കിൽ അതനുസരിച്ച് നിൽക്കും. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊന്ന് പറയുന്നത് പോലെ ഉള്ള സമയത്ത് ഉപയോഗിക്കും, ഇല്ലാത്തപ്പോൾ അതുപോലെ ലുപ്തി ചെയ്യും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പെണ്ണെ റീച്ചാൻ തപ്പിയെടുത്തതാണ്. ഞാനത് ഇവിടെ വന്ന് റെസിനാടെ ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഒരു ലിക്വിഡും ഉണ്ട്, പൗച്ചാ 3 ലിക്വിഡും 3 പൗഡറും. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ ഇത് മേക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞത് 900 ml വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്ത് 3/4 കിലോ പഞ്ചസാര, ഞാൻ അത്രയൊന്നും ചേർത്തില്ല. കാരണം അത് അത്രയും നമ്മൾ സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള സമയത്ത് വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്താണ് പിന്നെ ഉപയോഗിക്കുന്നത്. ഈ 900 ml ഇതുപോലൊരു പൗച്ച് പൗഡറും ആ ഒഴിച്ച ഒരു ലിക്വിഡും, അത്രയുമിനാണ് ഈ 900 ml. അതിൽ നിന്നാണ് നമ്മൾ എത്ര ഗ്ലാസ്സാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, എത്രയോ ഗ്ലാസ്, ഞാനത് ഇപ്പോൾ ഓർക്കുന്നില്ല. അത്രയും ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കാം. ഈ വലിയ പാർട്ടികളിലൊക്കെ ഇത് വാങ്ങിച്ച് നല്ലതാണ്. അപ്പം ഞാൻ ഇത്രയും ഇത് ഉണ്ടാക്കിയിട്ട് ഇച്ചിരി ഒന്ന് ടേസ്റ്റ് നോക്കിയുണ്ടേ, ഭയങ്കര പുളി. കാരണം അത് ഡൈല്യൂട്ട് ചെയ്യണം വീണ്ടും. അങ്ങനെ ഞാൻ ഇത്രയും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ആദ്യം ഇട്ട പഞ്ചസാര അല്ലാതെ വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടെ റീച്ചാൻ വന്നിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കലക്കി വെച്ച്. കാരണം ഞാനായിട്ട പഞ്ചസാരയും കൊണ്ട് ഒന്നും ആവത്തില്ല, നമ്മൾ പിന്നെ ഡൈല്യൂട്ട് ചെയ്യുമല്ലേ. അപ്പം ഈ ചൂടൂടല്ലേ ഇപ്പം, ഇടയ്ക്ക് പിള്ളേരൊക്കെ വെളിയിൽ നിന്ന് വരുന്ന ഉടനെ കൊടുക്കാമല്ലേ.
ഇത് സൺഡേയിലത്തെ വീഡിയോയാണ്. പ്രെയർ കഴിഞ്ഞ് എല്ലാവരും വന്ന് അപ്പച്ചനൊക്കെ അവിടെ നിന്ന് അപ്പച്ചൻ്റെ ഡ്രസ്സൊക്കെ അവിടെ കട്ടിലെ തന്നെ കിടക്കുക. അപ്പോൾ പോൾ അവിടെ പ്രൈസിൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്നെ ഓടി ഇപ്പുറത്ത് വന്നതാണ്. അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് കുറേ വർത്തമാനം. ഡിമാർട്ടിൽ നിന്ന് ഡസൻ കണക്കിന് ഡൈ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എന്താ ഡൈ ചെയ്യാത്ത? റേജ കഴിഞ്ഞ ദിവസം ഡിമാർട്ടിൽ പോയപ്പോഴും കുറച്ച് ഡൈ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അത് ഇതുപോലെ ഇരിപ്പുണ്ട്. അപ്പം ഞാനതാ പറഞ്ഞത് വല്ലപ്പോഴും അങ്ങ് ചെയ്യുമെന്ന്. അപ്പം എന്നോട് പറയുക എൻ്റെ ഭാര്യ ചെയ്തു തരത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന്. എനിക്ക് ചേച്ചാ ഡൈ ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നോട് നാളെ മായയും പറഞ്ഞു ചേച്ചി എന്താ ഡൈ ചെയ്യിപ്പിക്കാത്തത്. പിന്നെ വേറെ ആരോ ഒരാൾ പറഞ്ഞ് സന്തോഷം എന്താ ഡൈ ചെയ്യാത്തതെന്ന്. അപ്പം നമ്മുടെ പുതിയ ആൾ തുടച്ചിട്ട് പോയ അപ്പോൾ അവർ ഈ തറയിൽ കിടക്കുന്ന മാറ്റൊക്കെ ഉണ്ടല്ലേ, അതൊന്നും എടുത്ത് തൂക്കാൻ നേരം എടുത്ത് വെച്ചിട്ട് പോവും. പിന്നെ പോകാൻ നേരം ഇടത്തില്ല. പിന്നെ ഞാനും പിന്നെ ഇതിനോട് പറയാൻ പോകില്ല. കാരണം ഒരു മാസം എങ്ങനെയാണ് നിൽക്കണം. അതിനുവാണെങ്കിൽ എല്ലാം ചെയ്തിട്ട് പോകും. നമുക്ക് അവളേക്കായി നന്നായിട്ട് അനുവിനേക്കായി നന്നായിട്ട് തുടയ്ക്കുകയൊക്കെ ചെയ്യും. എല്ലായിടവും കയറി തുടയ്ക്കും. കാരണം ഇവർക്ക് വേറെ എങ്ങും ജോലിയില്ലല്ലേ, നല്ല സമയവും എടുത്ത് ചെയ്യുക. അവരെ ഇനിയും ഇവിടെ കൊണ്ടുവന്നവളുടെ ഭർത്താവിൻ്റെ അനിയത്തിയാണ്, ദേവറാണിയാണ്. അപ്പോൾ അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. ഇവിടെ മക്കളൊന്നുമില്ല. അപ്പോൾ ഭർത്താവ് ശരിയല്ലാത്തതുകൊണ്ട് അവിടെ അടുത്ത് കൊണ്ടുവന്നേക്കും. അപ്പോൾ ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലി വേണം. അതുകൊണ്ട് അനു എന്ന് പറയുന്നത് ഞാൻ പിന്നെ അനുവിനെ അങ്ങ് വെക്കുന്നതെന്ന് പറയാം. അവളോട് നമുക്കെല്ലാം പറയാനുള്ളൊരു ഇതുണ്ട്. ഇപ്പം നമുക്ക് അടുക്കളയുടെ ജനലം കാണും ഒന്ന് കയറി തുടയ്ക്കാൻ പറയുവാണെങ്കിൽ അവൾക്ക് വണ്ണമില്ലാത്തതുകൊണ്ട് കയറി തുടയ്ക്കാമല്ലേ. അപ്പോൾ അവൾ ചെയ്യും. അവൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. പക്ഷേ ബാക്കിയുള്ള ഭായിമാരൊക്കെ എനിക്ക് ഇവളെ എനിക്ക് ഒരു ഇതായിപ്പോയി ഞാനുമായിട്ടങ്ങ്. आकांक्षा आएगा. പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. ഇനിയും ഞാൻ ചെയ്യുന്നത്, ഞാൻ 2 വർഷത്തിന് മുമ്പിട്ട് നാട്ടിൽ പോയിട്ട് വന്നോണ്ട് ഈ ഇരുമ്പമ്പുളി ഉണ്ടല്ലേ, ഇരുമ്പമ്പുളി ഞാൻ ഉണക്കിക്കൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ അച്ചാറിട്ടതേ ഇല്ല. കാരണം സ്ഥിരം ഇവിടെ വേറെ അച്ചാറൊക്കെ ഉള്ളതുകൊണ്ട് ഇതിനെ അങ്ങ് അവിടെ തഴഞ്ഞു വെച്ചിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചെന്നാൽ അതെടുത്തൊന്നങ്ങ് അച്ചാറിടാമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഉണങ്ങിയ ഇരുമ്പമ്പുളി അച്ചാറിടുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഞാൻ ഇതിൽ ഇച്ചിരി വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മൾ സെയിൽ ചെയ്യുന്നതാണെങ്കിൽ വെള്ളമൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ, അതനുസരിച്ച് ഓയിലും വിനാഗിരിയൊക്കെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്നതായതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റി അതിലേക്ക് പിന്നെ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമ്മൾ ഈ വെയിലത്തൊക്കെ വെച്ച് ഉണക്കുന്നുണ്ട് പൊടികളൊക്കെ അത് ശരിക്കും കയറുമല്ലേ. അപ്പം ഞാനത് 2-3 പ്രാവശ്യം ഒന്ന് കഴുകി. കാരണം ഇനി ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒത്തിരി നാളൊന്നും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെക്കണം. കാരണം ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ കഴുകി വാരി എടുത്തതൊക്കെയല്ലേ. അപ്പോൾ ഞാൻ പുളിയും കുറച്ചേ ചേർത്തുള്ളൂ. പക്ഷെ നമ്മൾ ആ കഴുകിയുണ്ടെങ്കിൽ കുറേ പുളിയൊക്കെ അങ്ങ് പോയി. പുളി എന്ന് പറഞ്ഞാൽ വിനാഗിരി ഞാൻ കുറച്ചേ ചേർത്തുള്ളൂ. എന്നിട്ട് ഞാനിതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂടുവെള്ളം ഒഴിക്കണം. കാരണം ഞാൻ ഈ അച്ചാർ ഇട്ടിട്ട് ബാക്കി ഞാനത് വെച്ചിട്ട് എടുത്ത ഉടനെ അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇത്രയും വെള്ളത്തിൽ ഈ പുളി ഇട്ടിട്ട് അതങ്ങ് അബ്സോർബ് ചെയ്ത് അങ്ങ് അങ്ങ് ഡ്രൈ പോലെ അങ്ങായായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് വീണ്ടും ഒഴിച്ചായിരുന്നു. അത് ഇത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല പിറ്റേ ദിവസം. അതാ ഞാൻ പറഞ്ഞ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വെള്ളം ഇതിൽ വേണമെന്ന്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ടുണ്ട്, അടച്ചു വെക്കുന്നുണ്ട്.
എന്നിട്ട് തീ ഓഫാക്കി പിന്നെ ഇളക്കിയെടുത്തപ്പോൾ അന്നേരം ഇച്ചിരി ഡ്രൈ ആയായിരുന്നു. കാരണം ഇത് ഇല്ല ഉണങ്ങിയതായതുകൊണ്ടേ ഇല്ല അടമാങ്ങയൊക്കെ ഇടുന്നത് പോലെ അതങ്ങ് ഡ്രൈ ആവും. അപ്പം ഞാൻ അങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്ന സംഭവമാണ്. നോക്കട്ടെ എത്ര എങ്ങനെ പോകുന്നെന്ന്. ഞാൻ ഇട്ടതെല്ലാം ഉള്ളു. കാരണം ഞാൻ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഞാൻ വെള്ളം ചേർത്ത് നമ്മളിപ്പം സെയിൽ ചെയ്യുന്ന അച്ചാറാവുമ്പം നമുക്ക് വെള്ളം ഒഴിക്കാൻ ഒക്കത്തില്ലല്ലേ. അപ്പം ഇത് വെള്ളം ഒഴിച്ചാലും നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലേ. മറ്റേത് എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തില്ലല്ലേ. ഇപ്പം വാങ്ങിക്കുന്നവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാം. അച്ചാർ ഉണ്ടാക്കിയിട്ട് നമുക്കുണ്ടെങ്കിൽ നമ്മളത് വെളിയിൽ തന്നെ വെക്കത്തുള്ളൂ. ഞാനിത് അധികം വെളിയിലിരിക്കുന്ന ഇത് പന്നലാവും നമ്മൾ വെള്ളമൊക്കെ ചേർത്തതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.